കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് we welcome everyone to join us for an hour of prayer, praise and worship. നമുക്കെല്ലാവർക്കും രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ അവിടുന്ന് മഹോന്നതൻ, യേശുവേ അവിടുന്ന് പരിശുദ്ധൻ. എല്ലാവരും രണ്ട് കരങ്ങളും ഉയർത്തി അതത് സ്ഥലങ്ങളിൽ, ആശുപത്രികളിൽ, ഭവനങ്ങളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എവിടെയാണെങ്കിലും യേശുവിന്റെ നാമത്തെ നമുക്ക് ഒന്നിച്ചുയർത്തുവാൻ. Hallelujah. Jesus, we thank you, Lord. Hallelujah. Jesus. Hallelujah. 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 Yes, Lord. Hallelujah. 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 Pastor, praise the Lord. Praise the Lord, Renu. Good morning. Pastor, മാത്യു എന്ന അങ്കിൾ ചാത്തങ്കരിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ഈ മാസം 8-ാം തീയതി ആ അങ്കിളിന്റെ മകളുടെ വിവാഹമായിരുന്നു, ജ്യേഷ്ഠന്റെ മകൾ. അപ്പോൾ തലേദിവസം ശക്തമായ മഴയായിരുന്നു ആ ഏരിയയിലൊക്കെ. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞത്, അങ്കിൾ ഇപ്പോൾ വിളിച്ച് നമ്മളോട് സാക്ഷ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കല്യാണം മംഗളകരമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു തുള്ളി മഴ പോലും ആ ഏരിയയിൽ പെയ്തില്ല. പെരുമഴയുടെ സമയത്താ അല്ലേ? അതെ, പെരുമഴയുടെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ആ കല്യാണ ദിവസം 2 ദിവസം മുമ്പോ അന്ന് രാവിലെയോ അദ്ദേഹം ഞാനുമായി ഫോണിൽ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ആ മഴയുടെ നടുവിൽ ആണ് ആ കല്യാണം നടക്കേണ്ടത്. പക്ഷേ രാവിലെ മുതൽ അത് തീരുന്നത് വരെ യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ ഈ വാർത്ത അറിയുന്നത്. യേശു എത്ര നല്ലവനാ. പ്രേയിങ് കേരള എന്ന ഈ കുടുംബത്തിലൂടെ കർത്താവ് ആയിരങ്ങളെ വിടുവിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന ദിവസമായെന്ന്. ടുഡേ ഈസ് എ ന്യൂ ഡേ. ഗാഡ് വാണ്ട്സ് ടു ഡു സംതിങ് ന്യൂ ഇൻ യുവർ ലൈഫ്. ഇന്നൊരു പുതിയ ദിവസമാകയാൽ താങ്കളുടെ ജീവിതത്തിൽ യേശു പുതിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒട്ടും വിഷമിക്കേണ്ട. 2 കരങ്ങളെ ഉയർത്തി യേശുവിൽ മാത്രം ജീവിതത്തെ അർപ്പിച്ച് ഈ ആരാധനയിൽ ഒന്നിച്ച് പങ്കുചേരുമ്പോൾ പക്ഷേ അനിതി എന്ന സഹോദരന് വെളിയനാട് നിന്ന് വിളിച്ചു പറഞ്ഞത് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അടയ്ക്കാനായിട്ട് സാമ്പത്തികമായി കുറെ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആ വിഷയത്തിന്മേൽ ഭാരപ്പെട്ടപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചത്. ആ രൂപ ലഭിച്ചു, ആ ലോൺ അടച്ചു. എല്ലാവർക്കും ഉള്ള സന്തോഷം അറിയിച്ചിരിക്കുക. യേശു കാലാവസ്ഥ നമുക്ക് വേണ്ടി നിയന്ത്രിക്കുവാൻ സർവശക്തനാണ്. കടഭാരത്തെ നിയന്ത്രിക്കുവാൻ യേശു മതിയായവനാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും യേശു നല്ലവൻ. ഞങ്ങളോട് ചേർന്ന് ലളിതമ്മ കോഴഞ്ചേരിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അവരുടെ വസ്തുവിന്റെ പാർട്ടീഷൻ നടക്കുമായിരുന്നു. അപ്പോൾ 2 മക്കളും വന്നു. പിന്നെ അതേ ചൊല്ലി കുറെ വിഷയങ്ങൾ ആ കുടുംബത്തുണ്ടായി. കുടുംബത്തിൽ സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം വന്നു. ആൻറ്റി പ്രാർത്ഥിക്കുന്ന കാലത്ത് വിളിച്ചു പറഞ്ഞു. ആൻറ്റി വിളിച്ചു പറഞ്ഞത് അവർ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു സമാധാനമാണ് യേശു ആ കുടുംബത്തിൽ നിറച്ചത്. 2 മക്കളും പോകാൻ നേരം സന്തോഷത്തോടെ മടങ്ങിപ്പോയി. പ്രാർത്ഥിച്ചു. എല്ലാവർക്കും ഉള്ള നന്ദി ആൻറ്റി പ്രത്യേകം അറിയിച്ചിരിക്കുക. വസ്തു സംബന്ധമായി ജ്യേഷ്ഠനും അനുജനും 2 മക്കൾ തമ്മിലുള്ളതായ തർക്കങ്ങൾ കുറേ നാളായിട്ട് നിലനിന്നിരുന്നു. ഇന്നലെ വൈകിട്ട് റിനു ആ മാതാവിടെ വിളിക്കുമ്പോൾ ഞാൻ ആ ടെലഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു. യേശു ഏതെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മേഖലകളിൽ കർത്താവ് ഇറങ്ങിച്ചെന്ന്
ജീവിതങ്ങളുടെ കണ്ണുനീരൊപ്പുന്നത് കാണാൻ യേശുവിടെയാക്കും. ഏത് വിഷയമാണോ നമ്മളെ വിഷമിപ്പിക്കുന്നത്, നമ്മൾ കരയുന്നത്, അതിന് പരിഹാരം തരിക മാത്രമല്ല, തൻ്റെ കരങ്ങളിൽ നമ്മെ തൻ്റെ മാർവോട് ചേർത്ത് അണച്ച് നമ്മെ ഉയർത്തുന്ന ഒരു യേശുവിനെ, എത്ര നല്ല ഒരു യേശു, മരണത്തെ ജയിച്ച ഒരു യേശു. റിനു, നമുക്കിന്നും പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. റിനു, ഒരു നിമിഷം ഇന്ന് പകൽ നമ്മുടെ കൂടെ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനയിൽ നമ്മോടൊപ്പമുണ്ട്. റിനു, എല്ലാവർക്കും വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുമോ? അടുത്ത മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വിടുതലുകൾ കർത്താവ് നമുക്ക് നൽകി തരും. ചേർന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. പ്രത്യേക കർത്താവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ഏത് വിഷയത്തിലായിരുന്നാലും കർത്താവേ, കടഭാരമാകട്ടെ, രോഗങ്ങളാകട്ടെ, സമാധാനമില്ലാത്ത അവസ്ഥകളാകട്ടെ കർത്താവേ, അവരുടെ വിഷയങ്ങളുടെ മേൽ കർത്താവേ അങ്ങൊന്ന് ഇറങ്ങി നിന്നാട്ടെ. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. അവരുടെ ജീവിതത്തിലേക്ക് കർത്താവേ യേശുവിന്റെ സന്തോഷം, യേശുവിന്റെ സൗഖ്യം, യേശുവിന്റെ സമാധാനം അവരുടെ ജീവിതത്തിലേക്ക് നിറച്ചാട്ടെ. പക്ഷേ കർത്താവേ, കർത്താവിനെ കണ്ടുമുട്ടിയത് കർത്താവേ അവരുടെ ജീവിതത്തിലെ ഭാഗ്യത്തിന് കാരണമായത് കർത്താവേ, മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുവാൻ കർത്താവേ ഒരു വലിയ പ്രവൃത്തി കർത്താവേ അവരുടെ ജീവിതങ്ങളിൽ അങ്ങ് ചെയ്തെടുത്താട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കയ്യിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതം കൊണ്ട് ആ സാക്ഷ്യങ്ങൾ ഒരു നിര തന്നെ ഇരിപ്പുണ്ട്. പക്ഷെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങളുടെ എണ്ണം ഓരോ ദിവസവും വളരെയധികമായി ഇവിടെ വരുന്നതിനാൽ ആവശ്യമെങ്കിൽ അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊള്ളാം. അനേക കർത്തൃദാസന്മാർ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മെസ്സേജുകൾ അയച്ച് കർത്താവ് ചെയ്യുന്ന വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ മാത്രം പറയാൻ ഒരു ദിവസം മാറ്റിവെച്ചാൽ കുഴപ്പമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തതയ്ക്കും വിശ്വാസത്തിൽ വർദ്ധിക്കുവാനും കാരണമാകും. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള സമയം കണ്ടെത്താം. എന്നാൽ ഇന്ന് ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നാക്കിൽ ക്യാൻസർ വന്ന് 5 വർഷമായി ട്രീറ്റ്മെൻറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മിസ്സസ് കുഞ്ഞുമോള് ഇന്നലെ ടെലഫോണിലൂടെ വന്നപ്പോൾ ഞാൻ ആ പ്രിയ മാതാവുമായിട്ട് സംസാരിക്കുവാനിടയായി തീർന്നു. ഒത്തിരി വ്യത്യാസമുണ്ട്, എന്നാൽ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ തനിക്ക് കഴിയുന്നില്ല. നമുക്കറിയാമല്ലോ, നാക്കിൽ ക്യാൻസർ വന്നാൽ, നാക്കിൽ ചെറിയൊരു കുരു വന്നാൽ പോലും നമുക്കറിയാവുന്ന പ്രയാസമാണ്. നമുക്കിത് പ്രാർത്ഥിക്കാം. യേശു പൂർണ്ണ സൗഖ്യം. ഹസ്ബൻഡിൻ്റെ പ്രോസ്ട്രേറ്റ് എൻലാർജ്ഡ് ആയിട്ട് മൂത്രം പോകാൻ പോലും പ്രയാസത്തിലൂടെ ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യേശു പൂർണ്ണമായ സൗഖ്യം ആ ജീവിതത്തിന് നൽകേണ്ടതിന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് വിഷയങ്ങൾ ഈ കുടുംബത്തിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. മകന് ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, മാത്രമല്ല ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡുകൂടി. കർത്താവ് എല്ലായിടത്തും നോർമൽസി വരുത്തേണ്ടതിന്. അതുമാത്രമല്ല, ആ കുഞ്ഞിൻ്റെ അമ്മ 2ാമത് പ്രഗ്നൻ്റ് ആണ്. ഈ 22-ാം തീയതി ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുക. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. വളരെ വിഷയങ്ങളിൽ വിഷമിക്കുന്ന ഈ കുടുംബത്തിന് വേണ്ടി നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നാവൽ ക്യാൻസറിനാൽ, മറ്റ് ഏതെങ്കിലും ശരീരാവയവങ്ങൾ ക്യാൻസറാൽ സംശയിക്കപ്പെടുന്ന രോഗത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ കൂടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ജീവിതങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ അവരിൽ വ്യക്തമായിട്ടുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ ഈ കുടുംബം സൗഖ്യമാകട്ടെ, ആരോഗ്യമുള്ളതാകട്ടെ. അതത് വിഷയങ്ങളിൽ യേശുവിൻ്റെ കരം ഇപ്പോൾ തന്നെ അവിടുന്ന് വഹിക്കും. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, യേശു കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. 2 കരങ്ങൾ ഉയർത്തി ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാസ്റ്റർ സിനു നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. പാസ്റ്റർ, ഗുഡ് മോർണിംഗ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ തിരുവചനത്തിന് മുൻപാകെ ഞങ്ങൾ പ്രവേശിക്കുന്നു. കർത്താവ്, ഇന്ന് പകൽ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് ഓരോരുത്തരോടും അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് ആഴമേറിയ പാഠങ്ങളിലേക്ക് കടന്നു പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലും അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് പ്രിയങ്കരലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ആ സത്യം അറിയാൻ, സത്യം അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കാൻ പോകുക. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 42 verse 3. Before we go into the word, I want to welcome everyone to join us for this day is broadcast, and God has great things in store for you, and Jesus wants to touch you. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല,
പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. A bruised reed he will not break, and smoking flax he will not quench. He will bring forth justice for the truth. Isaiah chapter 42, the whole chapter speaks about Jesus, the servant of God. യേശു എന്ന ദൈവത്തിൻ്റെ ദാസനായവനെയാണ് യെശയ്യാപ്രവചനം 42-ാം അധ്യായം മുഴുവൻ നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പം അതിൽ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഈ രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മ ഈ വാക്യം വളരെ വ്യക്തമായൊരു പ്രചോദനം നൽകിയത് കൊണ്ട് ഇന്ന് രാവിലെ ഈ ധ്യാനത്തിന് വേണ്ടി ഇതെടുത്തത്. നമുക്കറിയാം, ലോകത്തിൽ എന്ത് സംഭവിച്ചാലും, ഇപ്പം എൻ്റെ കൈ ഒടിഞ്ഞു, കൈ ഡോക്ടേഴ്സിന് അതിനെ ചേർത്ത് വെച്ച് തുന്നിക്കെട്ടി അതിനെ സർജറി ചെയ്ത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. പക്ഷെ എങ്കിലും എനിക്ക് പൂർവ്വസ്ഥിതിയിലുള്ള ബലമോ പ്രവർത്തനശേഷിയോ ആ കരത്തിന് ലഭിക്കത്തില്ല. ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാക്കുന്നു, ഓടിച്ചൊല്ലുന്നു, ഹാർട്ട് കീറുന്നു, ഹാർട്ടല്ലേ പുറത്തെടുത്ത് വെക്കുന്നു, പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നു. പക്ഷെ എങ്കിലും എനിക്ക് ആ പഴയ നിലയിലേക്ക് പേസ് മേക്കർ വെച്ച ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ നൂറുകണക്കിന് ആളുകളുമായി കഴിഞ്ഞ അനേക വർഷങ്ങളിൽ നമുക്ക് സംസാരിക്കുവാൻ, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനൊക്കെ പറയും. അവർ ഓക്കെയാണ്, കപ്പ കഴിക്കാൻ പറ്റും, ചോറുണ്ണാൻ പറ്റും, നടക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒറിജിനൽ ഹെൽത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ പറ്റും. തലച്ചോറിന് സർജറി കഴിഞ്ഞവര്, കിഡ്നിക്ക് സർജറി, എല്ലാം നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും, ക്യാൻസറിന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞവര്. പക്ഷെ എങ്കിലും എവിടെയോ ഒരു തട്ടുകേട്, എവിടെയോ ഒരു ലോക്ക്. എന്നെ ശ്രദ്ധിക്കൂ, ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം നോക്കിക്കേ, ചതഞ്ഞ ഓട ഒടിച്ചു കളയത്തില്ല. എന്നോട് ചേർന്ന വാക്യം ഒന്ന് പറയാമോ? ചതഞ്ഞ ഓട ഒടിച്ചു കളയാതെ. ഓട എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളം ഒഴുകി പോകുന്ന ഓട എന്നല്ല. നമുക്ക് ഈ വാക്കുകൾക്ക് കേരളത്തിൽ തന്നെ പലയിടത്തും പല അർത്ഥങ്ങളാണ്. എ റീഡ്, ഒരു 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 ഓടക്കുഴൽ അല്ലെങ്കിൽ ഒരു ഫ്ലൂട്ട്, അത് തല്ലിയോ അല്ലെ ചവിട്ടിയോ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ആ മൃദു നല്ല സ്വരം പുറത്തു വരത്തില്ല. അപ്പൊ ആ വാക്ക് ആ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചതഞ്ഞ ഓട ദൈവം ഒടിച്ചു കളയത്തില്ല. പുകയുന്ന തിരിയെ കർത്താവ് എടുത്തിട്ട്, ഈ പേന 120 രൂപ കൊടുത്ത് വാങ്ങിച്ചതാ. പക്ഷെ ഇത് തെളിയാതെ വരുമ്പോ ഞാൻ എന്താ ചെയ്യുന്നത്? എടുത്ത് കളയും. പക്ഷെ അങ്ങനെ കളയാത്ത ഒരുവനെ ഈ രാവിലെ സമയം ബ്രെയിൻ കേരളയിൽ പരിചയപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നു. ആദമും ഹവ്വയും നമുക്കറിയാം, ഏദൻ തോട്ടത്തില് ദൈവം അവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഏദൻ തോട്ടം ഉണ്ടാക്കി. എന്നിട്ടാണ് ഇവരെ സൃഷ്ടിച്ച് അതിനകത്താക്കിയത്. തോട്ടത്തെ കാവൽ ചെയ്യുവാൻ, അതിനകത്ത് ജോലി ചെയ്യുവാൻ, എല്ലാ അധികാരങ്ങളും എല്ലാ പദവിയോടും കൂടിയാണ് ദൈവം അവരെ അവിടെ ആക്കിയത്. പക്ഷെ അവരുടെ പാപം നിമിത്തം അവർക്ക് പുറത്തു പോകണം. ബിക്കോസ് ഓഫ് ദ സിൻ മാൻ ഹാഡ് ടു ലീവ് ഗാർഡൻ ഓഫ് ഏഡൻ. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നു. തിരുവെഴുത്തിൽ വായിക്കുന്നു, വീണ്ടും ആദമിനൊരു മകൻ ജനിച്ചു. നമുക്കറിയാം, ഉണ്ടായിരുന്ന ഒരു പൊസിഷനിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോ എന്തുമാത്രം നിരാശ, how much disillusionment and discouraged that they were. എന്തുമാത്രം ദുരിതത്തിലൂടെയാണ് അവർ കടന്നത്. because they lost everything. ബൈബിൾ വായിക്കുന്നു, yet Adam had a son, his name is Seth. സേത്ത് എന്ന പേരിൽ ആദമിനും ഹവ്വയ്ക്കും ഒരു മകനുണ്ടായി. പാസ്റ്റർ, സേത്ത് എന്ന വാക്കിന്റെ അർത്ഥം അപ്പോയിന്റ്മെന്റ് എന്ന, അപ്പോയിന്റഡ്. സേത്ത്, SETH, സേത്ത് മീൻസ് അപ്പോയിന്റഡ്. ആദം ആ മകന് വിളിച്ച പേരാ സേത്ത്, അപ്പോയിന്റഡ്. പ്രശ്നങ്ങളാണ്, എങ്കിലും ദൈവം ഒരു പുതിയ അപ്പോയിന്റ്മെന്റ്. ദാറ്റ് മീൻസ് തകർച്ചയുടെ നടുവിലും ഇനിയും എഴുന്നേറ്റ് വരാൻ സാധിക്കും. ഒരു തലമുറയെ വീണ്ടും ജനിപ്പിക്കാൻ സാധിക്കും. പഴയ അവസ്ഥയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. See how God is working. ഇനി ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 5 verses from 1 to 5.
ആദാമിന്റെ വംശ പാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാം എന്ന് പേരിടുകയും ചെയ്തു. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. Adam, ഞാൻ ഇതിന്റെ പ്രസക്തമായ verse number 5. So all the days that Adam lived were 930 years and he died. ഏദൻ തോട്ടത്തിൽ ആദം ജനിച്ചു, ഓർ ആദം സൃഷ്ടിക്കപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ ശരിക്കും ആദം മരിച്ചു. ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് താൻ നഷ്ടപ്പെട്ടു. ഇവിടെ വായിക്കുന്ന ആഡം ലീവ്ഡ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആദം 5-ാമത്തെ വാക്യം. ആദമിന്റെ ആയുഷ്കാലമാകെ 930 സംവത്സരമായിരുന്നു. അവിടെ ജീവിച്ചു എന്ന അർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് LIVED ലീവ്ഡ് എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ചായ എന്ന. നമ്മൾ കുടിക്കുന്ന ചായ അതല്ല എൻ്റെ അർത്ഥം. CH എഴുതിയെടുക്കുന്നവർ CHAYAH. ഒരിക്കൽ കൂടെ CHAYAH, ചായ എന്നുള്ള എബ്രായ പദം അവിടെ ആ വാക്കിന് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മരിച്ചു എന്നിട്ടും ജീവിച്ചിരിക്കുന്നവൻ. അപ്പൊ മലയാളത്തിൽ തർജ്ജമ ചെയ്തതിനേക്കാൾ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തതിനേക്കാൾ എത്രയോ ആഴമേറിയ ഒരു അർത്ഥമാണ്. മരിച്ചതാണ്. ഒരു സ്റ്റേജ്, ഒരു അനർത്ഥം നേരിട്ടു. ഒരു സ്റ്റേജിൽ, ഒരു സിറ്റുവേഷനിൽ, ഒരു ജീവിതഘട്ടത്തിൽ തകർച്ച നേരിട്ടു. എല്ലാം പോയി, പാപത്തിലായി, നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോൾ നമ്മൾക്ക് പറയാം രോഗം വന്നു, കടഭാരം വന്നു, എല്ലാം നഷ്ടപ്പെട്ടു. കൂടെ നിന്നവർ ചതിച്ചു, നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തവർ നമ്മെ വിട്ടുമാറി, എല്ലാം കെടുതിയായി. പക്ഷെ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന he lived again. തീർച്ചയായിട്ടും. ഇനിയും നോഹയുടെ കാര്യം കൊണ്ടൊന്ന് വായിച്ച് 9-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഉൽപ്പത്തി തന്നെ 9:8. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 9 വേഴ്സ് 8. ധാരാളം ആളുകൾ ഞങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് ഈ പറയുന്ന വാക്കുകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ ഒന്ന് കാണിച്ചു തരാമോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ അത് വളരെ ചിലവേറിയ കുറേ എക്യുപ്മെന്റ്സ് ഈ സ്റ്റുഡിയോയിൽ വരേണ്ടതായിട്ടുണ്ട്. ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് നിറവേറ്റി തരും. വേഴ്സ് നമ്പർ 28 ഓഫ് ചാപ്റ്റർ 9. ജലപ്രളയത്തിന് ശേഷം നോഹ 350 സംവത്സരം ജീവിച്ചിരുന്നു. അവിടെയും ജീവിച്ചിരുന്നു. ലിറ്ററലി they all died. എല്ലാം നഷ്ടപ്പെട്ടു. ജലപ്രളയത്തിന് ശേഷം ഒന്നുമില്ല. Yet he lived. That means he lived again. ആ വാക്ക് അവിടെ പറഞ്ഞു. ചായ എന്ന വാക്കിന്റെ അർത്ഥം മരിച്ചു എങ്കിലും ജീവിക്കാൻ കഴിയുന്നു, ജീവിച്ചിരുന്നു. നോക്കിയ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് രാവിലെ ദൈവത്തിന്റെ സന്നിധിയിൽ കേട്ടൊരു ദൂത, യു ക്യാൻ ലിവ് അഗൈൻ. നിനക്ക് ഇനിയും ജീവിക്കാൻ കഴിയും. ചതഞ്ഞോടെ ഓടിക്കത്തില്ല. പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത ഒരു യേശു ഉള്ളിടത്തോളം ദൈവത്തിന്റെ സ്നേഹത്തിൽ ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, താങ്കൾക്ക് ഇനിയും ജീവിക്കാൻ കഴിയും. ക്യാൻസർ വന്നു, കൈ മുഴുവൻ മുറിച്ചു മാറ്റി കാണും. ആക്സിഡന്റ് വന്നു, കാല് മുഴുവൻ മാറ്റി കാണും. ഷുഗർ കൂടി കൈകാലുകൾ എല്ലാം നഷ്ടപ്പെടുത്തി കാണും, അല്ലെങ്കിൽ കളഞ്ഞു കാണും. മദ്യപിച്ച് ലിവർ മുഴുവൻ പോയി കാണും. കിഡ്നി രണ്ടും ഫെയിലായി കാണും. ലോകത്തിൽ ആർക്കും വേണ്ട എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പറയുന്നുണ്ടാകും. യു മൈറ്റ് ബി സേയിങ് ദാറ്റ് ഐ ആം ഗുഡ് ഫോർ നത്തിങ്, ലോസ്റ്റ് ഓൾ മൈ ലിംബ്സ്, I have tried everything and I became a useless being today, and I have become a burden to myself and I became a burden for everyone in the world. Why me, O Lord? എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? But I have this good news for you. You can live again. നിങ്ങൾക്ക് വീണ്ടും ജീവിക്കാൻ കഴിയും. എന്നോട് ചേർന്ന് പാസ്റ്റർ ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങളൊന്ന് ഏറ്റു പറയാൻ പോവുക. പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് ഒന്ന് ഏറ്റു പറയാൻ പോവുകയാണ്. രണ്ട് കരവും മാർവോട് ചേർത്ത് വെച്ച് ഉറക്കെ എത്ര ശബ്ദം ഉയർത്താമോ അത്ര ശബ്ദം ഉയർത്തി അതൊന്ന് ഏറ്റു പറഞ്ഞ് എനിക്ക് വീണ്ടും
ജീവിക്കാൻ കഴിയും. പാസ്റ്റർ ഒന്നുകൂടെ. എനിക്ക് ഇനിയും ജീവിക്കുവാൻ കഴിയും. എനിക്ക് ഇനിയും ജീവിക്കാൻ കഴിയും. ഒരിക്കൽ കൂടെ പാസ്റ്റർ. എനിക്ക് ഇനിയും ജീവിക്കുവാൻ കഴിയും. എനിക്ക് ഇനിയും ജീവിക്കാൻ കഴിയും. യെസ്, ഐ ക്യാൻ ലിവ് അഗൈൻ. തിങ്സ് വെർ വെരി ഡിഫിക്കൽട്ട്. കാര്യങ്ങൾ എൻ്റെ നിയന്ത്രണത്തിന് പുറത്തായിരുന്നു. ബട്ട് അഗെയിൻ ഐ ക്യാൻ ലീവ് അഗെയിൻ. ഹസ്ബൻഡിൻ്റെ മദ്യപാനം നിയന്ത്രണത്തിന് പുറത്തായിരുന്നു. ഭാര്യയ്ക്ക് നേരിട്ട രോഗങ്ങൾ നിയന്ത്രണത്തിന് പുറത്തായിരുന്നു. വീടിന് നേരെ ആഞ്ഞടിച്ച കടഭാരങ്ങൾ, നഷ്ടങ്ങൾ നിയന്ത്രണത്തിന് പുറത്തായിരുന്നു. The financial loss that you have gone through was beyond your control. The sickness that your beloved ones have gone through or facing is beyond your control. And the job situation, health situation is beyond your control. You might be saying anything can happen at any time, but I got this message for you. ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ താങ്കളോട് വിളിച്ചു പറയട്ടെ. ഇഫ് ആഡം lived again and had a divine appointment again in his life with a son Seth. Seth എന്ന പേരിൽ ആദമിന് എല്ലാ നഷ്ടങ്ങളുടെ നടുവിലും ദൈവം ഒരു അപ്പോയിന്റ്മെന്റ് കൂടെ നൽകിയെങ്കിൽ, my Jesus is a God of second chance. രണ്ടാമതൊരു അവസരം കൂടെ തരുന്നവനാ എൻ്റെ യേശു. എല്ലാം തീർന്നെന്ന് പറഞ്ഞ് വാരിക്കൂട്ടി കളയുന്നവനല്ല. ആ വാരിക്കൂട്ടി കളയാൻ എടുത്തു വച്ചിരിക്കുന്നതിനകത്തു നിന്ന് ഏറ്റവും ശ്രേഷ്ഠമേറിയതിനെ പുറത്തു കൊണ്ടുവരുവാൻ യേശു ഉണ്ട്. ഛായ മറക്കരുത്. വാക്ക് ഛായ മീൻസ് you can live again. I can live again. I can come back. ഇന്നലെ ഞാൻ വീണുപോയി. I can come back. ഇന്നലെ ശത്രു എന്നെ തള്ളി, ഞാൻ വീണു. But I can come back. ഇന്നലെ ആക്സിഡന്റ് ഉണ്ടായി, തീർന്നു എന്ന് വൈദ്യശാസ്ത്രം വിധി പറഞ്ഞു. പക്ഷേ എനിക്ക് വീണ്ടും തിരികെ വരാൻ സാധിക്കും. I am speaking to someone this morning that God wants to give you another day of restoration in your life. താങ്കളുടെ ജീവിതത്തിൽ ദൈവം നഷ്ടങ്ങളെ പരിഹരിച്ച് ഒരു പുതിയ നിറവ് നൽകുവാൻ യേശു ഇഷ്ടപ്പെടുന്നു. Beloved, do you know that today is a day of God's appointment for your life to take you to higher levels. ഉയർന്ന മേഖലകളിലേക്ക് താങ്കളെ കൊണ്ടുപോകേണ്ടതിന് ദൈവം താങ്കൾക്ക് വേണ്ടി നിശ്ചയിച്ച ഒരു ദിവസമാണിതെന്ന് താങ്കൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. യെശയ്യാ പ്രവചനം 42, Book of Isaiah chapter 42 verse 3. ചതഞ്ഞോട് യേശു ഒടിച്ചു കളയത്തില്ല. ഈ സ്റ്റുഡിയോയിൽ കടന്നു വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിതം, ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ ലോകരാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിതത്തിൽ നേരിട്ട് അനർത്ഥങ്ങളുടെ മുമ്പിൽ, നിയന്ത്രണത്തിനപ്പുറത്തായുള്ള സാഹചര്യങ്ങളുടെ മുമ്പിൽ വിഷമിച്ച് പുറം ലോകം അറിയാതെ കരയുന്നവരെങ്കിൽ ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. യേശുവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുക. യേശുവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുക. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് യേശു മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത് ലോകരാജ്യങ്ങളിൽ കാണുവാൻ പ്രേയിങ് കേരളയിലൂടെ ഞങ്ങൾക്ക് ഇടയാകുന്നു. യെസ്, പപ്പായും മമ്മിയും ഭർത്താവും ഭാര്യയും ആൺമക്കളും പെൺമക്കളും നമുക്ക് വേണ്ടി ചിന്തിച്ചതിനേക്കാൾ ഉയർന്ന ചിന്തകൾ നമുക്ക് വേണ്ടിയുള്ള ഒരു യേശു. He wants to see that you will live again. നിങ്ങൾ വീണ്ടും ജീവിച്ചിരിക്കുന്നത് കാണുവാൻ യേശു ഇഷ്ടപ്പെടുന്നു. യോഹന്നാൻ 10:10 എഴുതിയിരിക്കുന്നത്, കള്ളൻ വന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും, യേശു വന്നത് നമുക്ക് ജീവനും സമൃദ്ധമായ ജീവനും നൽകേണ്ടതിന്. ഇന്ന് പകൽ ആര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, യേശുവേ എനിക്ക് സമൃദ്ധമായ ജീവൻ വേണം. ആ വ്യക്തി താങ്കളെങ്കിൽ രണ്ട് കരവും ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും. ലോർഡ്, റിസ്റ്റോർ ദ ജോയ് ഓഫ് സാൽവേഷൻ ഇൻ മീ. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ.
Restore my lost health, Lord. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ അവിടുന്ന് തിരികെ തരണമേ. Lord, restore the wealth that I lost. കർത്താവേ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ പണം എനിക്ക് അവിടുന്ന് തിരികെ തരണമേ. Lord, restore the house and houses, the properties, Lord. വസ്തുക്കൾ, സമ്പത്തുകൾ എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് തിരികെ തരണമേ. Lord, restore the positions that I had lost. എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥാനങ്ങൾ എനിക്ക് തിരികെ തരണമേ. And I know, Lord, that you are the restorer. And in you, Lord Jesus, I can live again. യേശുവേ, എനിക്ക് അങ്ങിൽ വീണ്ടും ജീവിക്കുവാൻ കഴിയുമല്ലോ. അങ്ങയുടെ വചനം ഞാൻ വിശ്വസിക്കുന്നു. ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ലോകരാജ്യങ്ങൾ 10,000 ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Let the divine appointment, let there be divine mercies of God flowing into their lives like never before in life. അവരുടെ ജീവിതത്തിൽ മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹവും കരുതലും അവരിലൂടെ ഒഴുകട്ടെ കർത്താവേ. That your people will rejoice, Lord. അങ്ങയുടെ ജനം ആനന്ദിക്കട്ടെ കർത്താവേ. Lord, കർത്താവേ, അവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. Lord, I pray that they will stand still, Lord, and they will be courageous, Lord. കർത്താവേ, അവർ ധൈര്യശാലികളായി മാറും. And their hands will work again. അവരുടെ കരങ്ങൾ വീണ്ടും പ്രവർത്തനക്ഷമമാകും. That their bodies will function normally in Jesus' name. അവരുടെ ശരീരം 100% സജീവമായി ഫങ്ഷൻ ചെയ്യട്ടെ. Lord, you will restore the positions that your people lost in the days past. കഴിഞ്ഞ നാളുകളിൽ ഈ ജനത്തിന് നഷ്ടപ്പെട്ടു പോയ സ്ഥാനങ്ങളെ അവിടുന്ന് തിരികെ നൽകും കർത്താവേ. Lord, you will give them an extra bonus, Lord. That a promotion, Lord. ഒരു ഉയർച്ച കൂടെ അവിടുന്ന് അവർക്ക് ധാരാളമായി നൽകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Lord, we read in your word that you will satisfy us, Lord, with long life. ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദീർഘായുസ്സ് കൊണ്ടുള്ള തൃപ്തി ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. ക്യാൻസർ വന്ന സ്ഥാനത്ത് യേശുവിന്റെ ജീവൻ ഇറങ്ങട്ടെ. ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇപ്പോൾ ജീവൻ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങട്ടെ. തകർച്ചയും നഷ്ടവും കെടുതിയും ഇരുട്ടും വാഴുന്നിടത്ത് യേശുവിന്റെ ജീവൻ ഇപ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കട്ടെ. That your people will rejoice. കർത്താവേ, അങ്ങയുടെ ജനം സന്തോഷിക്കട്ടെ. Lord, I pray and release the blessings of God over your life, over the lives of people. ജനത്തിന്റെ മേലെ നിന്റെ സമാധാനത്തെ ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. Beloved, you can live again. ഇന്ന് പകൽ നമ്മോടൊപ്പം ഈ അടുത്ത ദിവസങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു കപ്പിൾസ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ അവരെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അടുത്ത നിമിഷം രണ്ടുപേരും അടുത്ത ദിവസങ്ങളിൽ അവർ രണ്ടുപേരും അവരുടെ ജോലി സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. ഷാൻ and Sinu, thank you for coming this morning. യേശുവിന് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. And I pray that you will live as we heard, live again in that state where God wants you to be. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥന കേരളത്തിലെ എല്ലാ കുടുംബാംഗങ്ങളും ചേർന്ന് അവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹീതരായി തീരട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണം കർത്താവേ. അവർ തുടങ്ങിയ നിന്നിൽ ആശ്രയിച്ച് തുടങ്ങിയ കുടുംബ ജീവിതം ക്രിസ്തുവേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ, നന്മയുള്ളതാകട്ടെ, ബലമേറിയതാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവേ. എല്ലാവിധ നന്മകളാലും അവിടുന്ന് അവരെ നിറയ്ക്കും കർത്താവേ. മഹത്വം മുഴുവൻ അങ്ങേക്ക് കർത്താവേ, യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ഷാൻ എന്ന തിരിച്ചു പോകുന്നത്? നാളെ തിരിച്ചു പോവുക. ടുമോറോ ഇസ് തേഴ്സ്ഡേ. ഓ മൈ ഗുഡ്നസ്. തീർച്ചയായിട്ടും ഷാന് യാത്രയിൽ തീർച്ചയായിട്ടും ദൈവം കർത്താവ് കൂടെ ഇരുന്ന് പരിപാലിക്കും. Anything that you want to share with us this morning? I just want to say that you all pray for me and for my wife, and I thank God for everything. I just want that what God has given, it should be overflowed. The life which God has given to me, let it be overflow. Amen. Let it overflow and it
spread to all of the nation. That's what I want. യേശു നൽകിയ സമൃദ്ധമായ ജീവൻ അവരിലൂടെ അത് ഓവർഫ്ലോ ചെയ്ത് അത് കവിഞ്ഞൊഴുകി അനേക രാഷ്ട്രങ്ങളിലേക്ക് ചെല്ലട്ടെ. നാളെ രാവിലെ അദ്ദേഹം ഇവിടുന്ന് യാത്ര ചെയ്യുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തേക്ക് പ്രവേശിക്കും. തീർച്ചയായിട്ടും പ്രേയിങ് കേരള കുടുംബം ഷാൻ ആൻഡ് സിനു ദമ്പതികൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കും. ഇറ്റ്സ് അവർ ജോയ് ആൻഡ് ബ്ലെസ്സിങ് ടു ഹാവ് യു. വി വോണ്ട് ടു ഗിവ് യു ആൻഡ് വി വോണ്ട് ടു സേ be blessed in Jesus' name. Thank you so much for coming this morning. Bless you. ആരെങ്കിലും ഈ പകൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവര് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹ ആലോചനകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത ദിവസങ്ങൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ മേൽ വ്യക്തമായി ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കും. എല്ലാ വിധത്തിലും ദൈവകൃപയുടെ ശ്രേഷ്ഠതയാൽ നിറയ്ക്കണം. യേശുവിൻ ധന്യമേറിയ നാമത്തിൽ പ്രിയ പിതാവേ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം വിളിക്കുമല്ലോ. ദൈവത്തിന്റെ ജനം താങ്കളോടൊപ്പം പ്രാർത്ഥനയിൽ. ഗിരിജ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് ശ്വാസമുട്ടൽ, BP കൂടുതലാണ്, ശാരീരിക പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നു. കർത്താവെ, പ്രത്യേക കർത്താവെ, ആ സഹോദരൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ശ്വാസമുട്ടൽ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. BP നോർമൽ ആകട്ടെ, ശാരീരിക പ്രയാസങ്ങൾ മാറട്ടെ, ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. MS നഴ്സിംഗ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച മകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എക്സാം നന്നായി എഴുതുവാൻ തക്കവണ്ണം കർത്താവ് ദൈവകൃപ വാർന്നു കൊടുത്താട്ട് സ്വർഗീയമായി ഞാനും കൂടി നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. സുഗന്ധി വെള്ളനാട് എന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവ് ജോണിന് ശരീരത്തിൽ സൗഖ്യമില്ല, ഷുഗർ ഉണ്ട്, BP ഉണ്ട്. കർത്താവെ, ആ മകനെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബജ ശരീര അസ്വാസ്ഥ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ ഷുഗറിന്റെയും BP-യുടെ ലെവലുകൾ കർത്താവെ നോർമൽ ആകട്ടെ. അതിന്റെ ഫംഗ്ഷൻസുകളെല്ലാം കർത്താവെ നോർമൽ ആകട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. വായ്പാടുന്ന സുമ വിളിച്ചിരിക്കുന്നു. മാൾ കുടുംബ ജീവിതത്തിൽ ചില വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ കുടുംബത്തിനകത്ത ഭിന്നതകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി ദൈവിക സമാധാനം സ്വസ്ഥത അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണം. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. അവൻ ഷീല ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അമ്മയുടെ കാലിന് സഹിക്കാൻ പറ്റാത്ത വേദന, കർത്താവെ, ആ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, ആ വേദന യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം ശരീരത്തിൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ അപ്പച്ച. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. അബുദാബിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ IELTS പാസ്സാകണം. ഓസ്ട്രേലിയയിൽ കടന്നു പോകുന്നതിന് വേണ്ടി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ മാനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. IELTS പാസ്സാകാൻ തക്കവണ്ണം, ഉയർന്ന റാങ്ക് ലഭിക്കാൻ തക്കവണ്ണം, അതുപോലെ സമയത്ത് കടന്നു പോകാൻ തക്കവണ്ണം വഴികൾ കർത്താവ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അത് ചെയ്തതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഡോക്ടർ ലിൻഡ ജോസഫ് ചെന്നൈയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, 17 വർഷം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല. അതോടൊപ്പം തന്നെ അവരൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് അതും എങ്ങും പ്രോസ്പർ ചെയ്യാതെ വളരെയധികമായി വിഷമത്തിലൂടെ പോകുന്നു. ഫ്രണ്ട് കൊടുത്ത ആണ് ഈ പ്രേയിങ് കേരള നമ്പർ. അങ്ങനെയാണ് ആ സഹോദരി ഇങ്ങോട്ട് വിളിച്ചത്. ഞങ്ങൾ സംസാരിച്ചു, പ്രാർത്ഥിച്ചു. പ്രേയിങ് കേരള കുടുംബത്തിൽ നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. ആ ലിൻഡയെ പോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന, വിവാഹ ജീവിതത്തിൽ പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് മക്കളില്ലാത്ത പ്രിയപ്പെട്ടവർ ലൂക്കോസ് 1-ാം അധ്യായം എടുത്ത് വായിക്കണം. ആവർത്തിച്ച് വായിക്കണം. I would encourage, if you are a married person but without children since couple of years, I would encourage you to read and read and read and read Gospel of Luke chapter 1, the whole chapter, until you get saturated in the word. ദൈവ വചനത്തിൽ നമ്മൾ ലയിക്കുന്നത് വരെയും അത് വായിക്കുവാൻ ഞാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. തലമുറയില്ലാത്ത പ്രിയപ്പെട്ടവർ 2 കരങ്ങളും ഉയർത്തി യേശുവിൽ വിശ്വസിക്കുന്നതിന് അടയാളമായി 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ ഓരോ വ്യക്തിയിലും ഉണ്ടാകട്ടെ. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാകട്ടെ. ലെറിനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഓ ഹല്ലേലൂയ. ലിൻഡയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബമായി അവർ അനുഗ്രഹീതരാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാകട്ടെ. അതുപോലെ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന നൂറുകണക്കിന് ദമ്പതികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, ഇന്നലെ ഈ സ്റ്റുഡിയോയില് നമ്മുടെ കൂടെ ശുശ്രൂഷയിലുള്ള ഒരു സഹോദരി ശരീരത്തിൽ ചില ക്ലേശങ്ങളിലൂടെ കടന്നുപോയി. അതിരാവിലെ കടന്നു വന്നപ്പോൾ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥനയ്ക്കിടയ്ക്ക് നമുക്ക് പ്രത്യേകം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശോഭ ഇന്ന് പകൽ വീണ്ടും നമ്മോടൊപ്പമുണ്ട്. ശോഭയോട് ഇന്നലെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവ് എന്ത് ചെയ്തു? ശോഭ, നമുക്ക് മഹത്വം ഉണ്ടാവട്ടെ. കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് വളരെയേറെ പ്രയാസത്താൽ ഇവിടെ വന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയാൽ എനിക്ക് നല്ല ആരോഗ്യസ്ഥിതി നല്ലതായി. അതുപോലെ നല്ല പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ശരീരം മൊത്തം തണുപ്പ് അനുഭവപ്പെട്ട പോലെ തോന്നി. അതിനുശേഷം എനിക്ക് വളരെയേറെ സൗഖ്യം അനുഭവപ്പെട്ടു. ശരീരത്തിൽ ഒരാഴ്ചയായിട്ട് അതിഭയങ്കരമായ ക്ലേശത്തിലൂടെ ഈ വ്യക്തി കടന്നുപോയത്. പ്രാർത്ഥന വേളയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയിൽ ഇറങ്ങി നല്ലതായിട്ട് ശരീരം മുഴുവൻ തണുത്തു. ഓർക്കുക, അതിൻ്റെ റിസൾട്ട് ഇന്ന് ആ മുഖത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആളിന് ജീവനായി. യേശു നൽകുന്നത് ഒരിക്കലും തരം താഴുന്നതല്ല. ജീസസ് ഓൾവേസ് ഗീവ്സ് us the best. ഈ പകൽ സ്റ്റുഡിയോയിൽ ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ടുണ്ടെങ്കിൽ ദയവായി മുൻപോട്ട് കടന്നു വരുവാൻ ഞാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ആരെങ്കിലും ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും യേശുവിൽ നിന്നൊരു വ്യക്തമായ വിടുതൽ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് കടന്നു വരിക. ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക ആ സ്റ്റുഡിയോ നിങ്ങളുടെ മുറിക്കകത്ത്, ഹോസ്പിറ്റലിലാകട്ടെ, വീട്ടിനകത്താകട്ടെ, താങ്കളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു പ്രത്യേകമായ വിടുതൽ, ഒരു ഇടപെടൽ താങ്കൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ കഴിയുമെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിൽക്കുക. കിടക്കയിൽ കിടക്കുന്നവൻ അവിടെ തന്നെ കിടക്കുക. രണ്ട് കരവും കഴിയുമെങ്കിൽ മാറുവോട് വെക്കുക. ഹോസ്പിറ്റലായിരിക്കുന്നവർ, അർത്ഥബോധാവസ്ഥയിലായിരിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ അല്പം ബോധത്തിനുള്ളിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആശ്രിതർ ദയവായ ശുശ്രൂഷയിൽ ടെലിവിഷനിലൂടെ, കമ്പ്യൂട്ടറിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് ആ രോഗിയുടെ മേൽ കരം വെച്ച് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആ സന്ദർഭത്തിൽ അതിവേഗം എത്തുന്ന യേശുവിൻ്റെ വചനം, അവിടുത്തെ ശക്തി താങ്കളുടെ ശരീരത്തെ നിറയുകയും താങ്കൾ കിടക്ക വിട്ട് എഴുന്നേൽക്കുക, തുള്ളിച്ചാടി യേശുവിനെ മഹിമപ്പെടുത്തും. അടുത്ത നിമിഷം താങ്കൾ ഫോൺ എടുത്ത് വിളിച്ചു പറയുന്നത് യേശുവിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യമായിരിക്കും. ഞാൻ ഈ രണ്ട് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ പ്രിയ സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ ഇപ്പോൾ തന്നെ ഈ ജീവിതത്തിന് മേൽ ഉണ്ടാകട്ടെ. ജീവിതത്തിൽ തൊടുന്ന സകല മേഖലകളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോർഡ്, ഐ ബ്ലസ് ദിസ് യങ് മാൻ ഇൻ ജീസസ് മൈറ്റി നെയിം. കർത്താവിൻ്റെ കൃപ ഇറങ്ങട്ടെ, ആത്മാവിന് അത്യന്ത ശക്തിയാൽ നിറയട്ടെ, ദൈവിക ജീവനാൽ നിറയട്ടെ. യേശുവിനാൽ വീണ്ടും ജീവിക്കപ്പെടുന്ന ഒരു അനുഭവം ഈ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കുടുംബമായി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, പ്രിയ സഹോദരനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ ആത്മാവിനാൽ ഇപ്പോൾ തന്നെ നിറയപ്പെടട്ടെ. ശരീരത്തിൽ നേരിടുന്ന ക്ലേശങ്ങള്, രോഗങ്ങള് ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. സമ്പൂർണമായ സൗഖ്യം. അത് മാത്രമല്ല കർത്താവേ, യേശുവിൻ്റെ ആത്മാവിനാൽ ഇപ്പോൾ തന്നെ നിറയപ്പെടട്ടെ. ദൈവശക്തിയാൽ നിറയ്ക്കണമേ, ദൈവകൃപയുടെ ശ്രേഷ്ഠതയാൽ ഇപ്പോൾ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. അടുത്ത നിമിഷങ്ങളിൽ ഇവരുടെ വായിൽ നിന്ന് വരാൻ പോകുന്നത് ശ്രേഷ്ഠമായ ദൈവപ്രവൃത്തിയുടെ അനുഭവങ്ങളായിരിക്കും. ഈ സ്റ്റുഡിയോയിൽ ഈ ആരാധനയ്ക്ക് ഞങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ ധാരാളം പേര് ആഗ്രഹിക്കുന്നുണ്ട്. 7 മണിക്ക് ശേഷം ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളോട് വിളിച്ച് ആ കാര്യങ്ങൾ ക്രമപ്പെടുത്തുമല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 പറഞ്ഞാട്ട്. ഞാൻ ഓമനയാണ് വിളിക്കുന്നത്, തിരുവനന്തപുരത്ത് നിന്ന് മലയങ്കിഴിനടുത്തുന്നേ. പറഞ്ഞാട്ടെ. പാസ്റ്റർ, എന്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞേ. ഇതുവരെ മക്കളില്ല. അന്നേരം ഇന്നലെ പോയിക്കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർ സംശയം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ വരുന്ന ചൊവ്വാഴ്ച ഒരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരു വിജയമായി തീരാൻ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്റർ ഓമന. മകന്റെ പേരെന്തായിരുന്നു? മകളുടെ പേര് ഷീലയും സെൽവനും. ഷീല ആൻഡ് സെൽവൻ.
സെൽവൻ. ആ ഓക്കെ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷങ്ങളായി സെൽവൻ ആൻഡ് ഷീല ദമ്പതികൾ മക്കളില്ല എന്നതിൽ വിഷമത്തോടെയാണല്ലോ ഈ പ്രിയ മാതാവ് ഓമന മലയിൻ കീഴ് ട്രിവാൻഡ്രം നമ്മോടൊപ്പം ടെലഫോൺ ലൈനിൽ വന്നത്. ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളോട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥന കേരള കുടുംബാംഗങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെ ഏതു രാജ്യത്താണെങ്കിലും ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിച്ച യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഈ ഷീല സെൽവൻ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 7 വർഷങ്ങൾ കഴിഞ്ഞിട്ട് തലമുറയില്ലാത്തവർ വിഷമിക്കുമ്പോൾ ഇന്ന് പകൽ കുടുംബത്തിന് നൽകുന്ന യേശുവിന്റെ അനുഗ്രഹം മക്കളാകയാൽ അത് ഇപ്പോൾ ഇവരിൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയ നന്മ ഉണ്ടാകട്ടെ. കർത്താവേ, ട്രിവാൻഡ്രത്തു നിന്നുള്ള മിസ്റ്റർ തോമസ് കോശിയുടെ മകനെ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല പ്രാവശ്യം ആ പ്രിയപ്പെട്ടവരോട് വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ മക്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. വസന്ത വിളിച്ചിരിക്കുന്നു. മകനെ വിവാഹം നടക്കണം, വീട് പണിയണം, അതുപോലെ കടഭാരം മാറണം. വസന്തയ്ക്ക് ശ്വാസം മുട്ടൽ ഭാരപ്പെടുന്നു, ഭർത്താവിന് സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച ഭവനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മകൻ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കട്ടെ കർത്താവ്. അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭവനം എടുത്തുകൊണ്ട് കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ചങ്ങനാശ്ശേരി നാൻസി വിളിച്ചിരിക്കുന്നു. അവരുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ആ കുടുംബത്തിനെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപോട്ടുള്ള കർത്താവ് ഓരോ ദിവസങ്ങളും വർഷങ്ങളും കർത്താവ് അങ്ങയുടെ നന്മയാൽ അങ്ങ് അലങ്കരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഹലോ, നമുക്കൊരു ടെലഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 പറഞ്ഞാട്ട്. ഹലോ ബ്രദറെ, ഞാൻ ചങ്ങനാശ്ശേരി വിളിക്കുന്നത്. ചങ്ങനാശ്ശേരിന്ന്? അതെ. ആ പറഞ്ഞാട്ട്. ബ്രദറെ, ഇന്ന് എന്റെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. 10th wedding anniversary. Happy wedding anniversary and many 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 years of the blessings of God over your life. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അനേക വർഷങ്ങൾ വീണ്ടും ദൈവം നിങ്ങൾക്ക് കുടുംബമായി നൽകട്ടെന്ന് പ്രൈയിങ് കേരള കുടുംബം ഒന്നിച്ച് ആശംസിക്കുന്നു. പറഞ്ഞാട്ട്. ഹലോ ബ്രദറെ, എന്തോ പറഞ്ഞാട്ട്. ഇന്ന് 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. ആ പ്രത്യേകം പ്രാർത്ഥിക്കണം. വിളിക്കുന്ന ആളിന്റെ പേരൂടെ ഒന്ന് പറയാമോ? വിളിക്കുന്ന ആളിന്റെ പേരൂടെ ഒന്ന് പറയാമോ? ആൻസി. ആൻസി. ഹസ്ബൻഡിന്റെ പേര്? സുരേഷ്. ആൻസി ആൻഡ് സുരേഷ്. ഇന്ന് ആൻസി ആൻഡ് സുരേഷ് എന്ന ദമ്പതികൾ 10ാമത്തെ വിവാഹ വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്നു. അവർ നമ്മോടൊപ്പം ടെലഫോൺ ലൈനിലുണ്ട്. ലോകത്തിന് അനേക രാജ്യങ്ങൾ പ്രൈയിങ് കേരള കുടുംബാംഗങ്ങളിൽ അനേകരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, അനേകരുടെ ബർത്ത്ഡേസ് ആണ്. ഇന്ന് സ്വർഗത്തിലെ ദൈവം നമ്മുടെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവാകയാൽ ഒന്ന് ചേർന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ദമ്പതികളെ, ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ ആൻസി സുരേഷ് ദമ്പതികളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം കർത്താവെ, വെഡിങ് ആനിവേഴ്സറി മാത്രമല്ല ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നിലയിലും അവരുടെ വർഷങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ച് ഉയർത്തണം അവരെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന 10,000-കണക്കിന് വിവരങ്ങൾ അടങ്ങിയ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇത് മുഴുവൻ വലിയൊരു ജനസമൂഹത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ താങ്കളുടെ സ്ക്രീനിൽ ഈ പ്രയർ റിക്വസ്റ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്. കഴിയുന്നിടത്തോളം പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നെടുവിൽ നിന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ ഇറങ്ങട്ടെ. ലോർഡ്, ഐ ബ്ലസ് ദീസ് പീപ്പിൾ who have written for their prayer points, Lord, I pray that your blessings will come. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഇവരുടെ മേൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക നന്മ അവർക്കുണ്ടാകട്ടെ. അതത് വിഷയങ്ങളിൽ, അതത് മേഖലകളിൽ, അതത് വ്യക്തികളിൽ ദൈവിക വിടുതൽ വ്യക്തമായി സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, കാട്ടാക്കടയിൽ നിന്ന് നളിനി വിളിച്ചിരിക്കുന്ന മകൾ രമ്യ ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കുന്നു. സുഖമില്ലാതെയായിരിക്കുന്നു.
അതുപോലെ മൂത്ത മോൾ സൗമ്യയ്ക്ക് വയറ്റിൽ മുഴയുണ്ട്, പ്രത്യേകമായി പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം വിടുതൽ ഇരുവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണമായ സൗഖ്യത്തെ അങ്ങ് നൽകി കൊടുത്താട്ടെ. അനുഗ്രഹിക്കട്ടെ, ഭാവി ഇരുവർക്കും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. വിവാഹം നടക്കണമെന്ന് ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം, കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നതിന് പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ബിസിനസിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്ത് സ്വസ്ഥതയെ സമാധാനം ഉണ്ടാകട്ടെ, എല്ലാ മേഖലയിലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. നെയ്യാറ്റിൻകരയിൽ നിന്ന് മിനി വിളിച്ചിരിക്കുന്ന മകൻ വിഷ്ണു 9 വയസ്സ്, കണ്ണിന്റെ കാഴ്ച കുറയുന്നു. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുരുടന് സൗഖ്യം കൊടുക്കുന്ന യേശുവിന്റെ കരം മകന്റെ മേൽ അങ്ങ് വെച്ചാട്ടെ. കർത്താവെ, ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യമുള്ളവനായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. കാനഡയിൽ നിന്ന് നിഷ വിളിച്ചിരിക്കുന്ന മകൻ 14 വയസ്സ്, 7 വർഷമായി വെള്ളപ്പാട്ടാൻ ഭാരപ്പെടുന്ന പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ മകളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സൃഷ്ടാവായ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അസ്കിന്നിന്റെ പ്രയാസങ്ങളെല്ലാം മാറി പൂർണ്ണമായ വിടുതലെ സൗഖ്യം ഞങ്ങൾ ചോദിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആലപ്പുഴയിൽ നിന്ന് ചിന്നമ്മ വിളിച്ചിരിക്കുന്നു. 19-ാം തീയതി ഓപ്പൺ ഹാർട്ട് സർജറിയാണ്, പ്രത്യേകമായി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ അടുത്ത ദിവസം നടക്കുന്ന ഓപ്പറേഷനിൽ അത് സക്സസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായി സൗഖ്യം ആ മാതാവിന് മേലെ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മൾ ഇന്നത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ 5 വയസ്സുകാരന് ക്രൂര പീഡനം, കുട്ടികൾക്ക് നേരെയുള്ളതായ പീഡനങ്ങൾ ധാരാളം പുറത്തു വന്നുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് വിവരങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ലോകരാജ്യങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾക്ക് നേരെയുള്ളതായ പീഡനങ്ങൾ മാറി രാജ്യം മുഴുവൻ ഒരു സ്വൈര്യതയുള്ള ഒരു അനുഭവം ഉണ്ടാകേണ്ടതിന്, ധാർമ്മികമായി ഉയർന്ന ഒരു നിലവാരം നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഉണ്ടാകേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ധാർമ്മികമായി ഉയർന്ന ഒരു മൂല്യമുള്ള രാജ്യമായി ഇന്ത്യ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയുടെ മേൽ ഞങ്ങളത് കൽപ്പിക്കുന്നു, അത് ഉണ്ടാകട്ടെ. കുട്ടികളുടെ നേരെയുള്ളതായ, സ്ത്രീകളുടെ നേരെയുള്ള, പെൺകുട്ടികളുടെ നേരെയുള്ളതായ എല്ലാ ക്രൂരതകളും അത് എന്നേക്കുമായി നിലയ്ക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രേയിങ് കേരളയിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് അത് ചെയ്യും യേശുവിൻ നാമത്തിൽ പിതാവേ. വിനുകുമാരി ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ശ്വാസം മുട്ടലുണ്ട്, മകൾക്ക് സുഖമില്ല. കർത്താവെ, മകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ശ്വാസം മുട്ടൽ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ട്. മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ശരീരത്തിൽ സുഖമില്ലെന്ന് അറിയുന്ന കർത്താവെ, ഒരു പൂർണ്ണ സൗഖ്യം കൊടുത്താട്ട്. ദൈവിക ബലത്താൽ നിറച്ചാട്ട്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നെയ്യാറ്റിൻകരയിൽ നിന്ന് സോണിയ വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ അച്ഛന് നാക്കിന്റെ അടിയിൽ ഒരു മുറിവുണ്ട്, അത് ടെസ്റ്റിന് അയക്കുന്നു. ക്യാൻസർ ആണെന്നൊരു സംശയമുണ്ട്, റിപ്പോർട്ട് നോർമൽ ആകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് ഇപ്പോൾ ആ പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം അദ്ദേഹത്തിന് മേൽ ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസത്തെ ടെസ്റ്റിൽ കർത്താവ് യേശു ചെയ്ത് അത്ഭുതം വെളിപ്പെടുവാൻ തക്കണം അങ്ങയുടെ വലിയ മഹത്വം അവന്റെ മേൽ ഇപ്പോൾ ചെയ്തതാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രസന്ന ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ കുഞ്ഞിന് കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു. ഇന്നലെ വയറിളക്കും ഛർദിലുമായി ഭാരപ്പെടുന്നു. പ്രാർത്ഥിക്കണം. കർത്താവെ, ആ കുഞ്ഞിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ബലത്താൽ നിറച്ചാട്ട്. ഒരു പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ട്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നെയ്യാറ്റിൻകരയിൽ സുനിൽ വിളിച്ചിരിക്കുന്നു. ഭാര്യയ്ക്ക് പനിയും ശരീരവേദനയാലും ഭാരപ്പെടുന്നു. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിലായി പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിപൂർണമായ സൗഖ്യം ഇപ്പോൾ തന്നെ മാടമേൽ ഉണ്ടാട്ടുന്ന പ്രാർത്ഥന. ഉച്ച മുതലുള്ള കാൽവരിയും കർത്താവിന്റെ സാന്നിധ്യത്തിൽ മാളെ നിറച്ച് പൂർണ്ണ വിടുതലിലേക്ക് നയിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രസന്ന ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മൂത്ത മകൾ നയനയുടെ കുഞ്ഞിന്, 1 വയസ്സുള്ള കുഞ്ഞിന് ഫിക്സ് വരുന്നു. പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുഞ്ഞിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഫിക്സ് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്ത് വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നെയ്യാറ്റിൻകരയിൽ നിന്ന് വിക്ടർ വിളിച്ചിരിക്കുന്ന മകൾ നന്ദയ്ക്ക് തലവേദനയാൽ ഭാരപ്പെടുന്നത്, അതുകൊണ്ട് എക്സാം എഴുതുവാൻ സാധിക്കുന്നില്ല. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം വിടുതലും മാടമേൽ ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പഠനത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്നത്തെ പത്രത്തിന്റെ വീണ്ടും 4-ാമത്തെ പേജിൽ സ്വകാര്യ ബസ് KSRTCയുമായിട്ട് കൂട്ടിയിടിച്ച് 60 പേർക്ക് പരിക്ക്. ഞാൻ ഇന്നലെ യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ ഇടിച്ചു കിടക്കുന്നത്
കാണുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ മത്സര ഓട്ടം എന്ന ആ ദുരിതം നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ മാറിപ്പോകണം. കേരളത്തിൽ നിന്ന് വിശേഷിച്ച് അത് മാറണം. പല സ്ഥലങ്ങളിലും റോഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് വാഹനം ഓടിക്കുന്നവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ ദുസ്ഥിതി ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാവിധമായ അത് നിരോധിക്കുന്ന അല്ലെങ്കിൽ മാറ്റിയെടുക്കേണ്ടതിനുള്ള ഉദ്യമങ്ങളോടുകൂടെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പങ്കാളികളായി അനർത്ഥങ്ങൾ അപകടങ്ങളില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറട്ടെ. നമുക്കത് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും ചേർന്ന് അതിനുവേണ്ടി പ്രയത്നിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിയന്ത്രണം അവിടെ വരാതെ ഇതിൽ മാറ്റം വരികയില്ല. പ്രേം കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് സകലയിടത്ത് കർത്താവേ നിന്റെ കരം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. കേരളം കർത്താവേ അനർത്ഥ വിമുക്തമായ ഒരു സംസ്ഥാനമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോഡ് അപകടങ്ങൾ കേരളത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. വാഹനങ്ങൾ ഓടിക്കുന്നവർ സുരക്ഷിതമായി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം മാറട്ടെ. ഈ രാജ്യത്ത് തന്നെ ഒരു മാതൃകാ സംസ്ഥാനമായി കേരളം മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു സംസ്ഥാനം ഉളവായി വരട്ടെന്ന് ഞങ്ങൾ കേരളത്തിൻ്റെ മേൽ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ പിതാവേ. എറണാകുളത്ത് നിന്ന് മിനി വിളിച്ചിരിക്കുന്നു. കുടുംബത്തിൽ സാമ്പത്തിക ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി അവർ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിപ്പാൻ, ഉയർച്ച പ്രാപിപ്പാൻ കർത്താവ് വഴികൾ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. രാധാകൃഷ്ണൻ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൾക്ക് വെയിറ്റ് കുറവാണ്, ആഹാരം കഴിക്കുന്നില്ല. കർത്താവെ, ആ കുഞ്ഞുമകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവെ, കർത്താവെ, ആ ഒരു വിശപ്പ് നീ അവൾക്ക് കൊടുത്താട്ട് അവിടെ ആരോഗ്യം ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അവളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കാട്ടക്കടയിൽ നിന്ന് ബേബി വിളിച്ചിരിക്കുന്നു. പപ്പായ്ക്ക് നട്ടിലിന്റെ പ്രയാസം, കുടുംബത്തിൽ സമാധാനം ലഭിക്കണം. അതുപോലെ മകൾക്ക് യൂട്ടസ് പ്രോബ്ലത്തിൽ കൂടെ കടന്നു പോകുന്നു. പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നട്ടലിന്റെ എല്ലാ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനം ഉണ്ടാകട്ടെ. ആ മകൾ അനുഭവിക്കുന്ന എല്ലാ രോഗത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി എല്ലാ മേഖലയിലും അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. രത്നമ്മ ചെങ്ങളത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. കൂട്ടുകാരിയുടെ മകൻ കൊച്ചുമോൻ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ്. കർത്താവെ, ആ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ കർത്താവെ, യേശുവിന്റെ കരം നിന്റെ മകന്റെ മേലെന്ന് വെച്ചാട്ട് കർത്താവ്, വിഷയം എന്ത് തന്നെയാണെങ്കിലും കർത്താവെ, ഒരു പൂർണ്ണ സൗഖ്യം നമുക്ക് കൊടുത്താട്ട്, ഒരു പൂർണ്ണ ആരോഗ്യം നമുക്ക് കൊടുത്താട്ട്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നോമനെ വിളിച്ചിരിക്കുന്നു. മക്കൾക്ക് രണ്ടുപേർക്കും പനി, ചുമ, അതുപോലെ കൈവേദന, ശരീരത്തിന് വേദനയാൽ ഭാരപ്പെടുന്നു. പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആ രണ്ട് കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരിൽ ആധിപത്യം എടുക്കുന്ന എല്ലാ രോഗത്തിന്റെ ശക്തികളും എല്ലാ വേദനകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചയക്കുന്നു. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ലീല നെടുങ്കണ്ടത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. മകന് മാനസാന്തരം ഉണ്ടാകണം, വീട്ടിൽ വരത്തില്ല, പൈസ തരത്തില്ല. കർത്താവെ, ആ മകനെ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മകൻ ഒരു മാനസാന്തരം കൊടുത്താട്ട് കർത്താവെ, വീട്ടുകാര്യങ്ങൾ നോക്കുവാൻ കർത്താവെ, അവനൊരു പ്രേരണ കർത്താവെ അങ്ങ് കൊടുത്താട്ട് കർത്താവൻ യേശുവിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കറിയാം, നാളെ കഴിഞ്ഞ് 19-ാം തീയതിയാ, ജൂലൈ 19. തീർച്ചയായിട്ടും എറണാകുളത്ത് ഉള്ള പ്രിയപ്പെട്ടവർ ദയവായി നമുക്ക് ഒന്നിച്ച് എറണാകുളം YMCA ചിറ്റൂർ റോഡിലുള്ള YMCA കൂടി രാവിലെ 10 മുതൽ 2 വരെയുള്ള സമയത്ത് നമുക്ക് അവിടെ പ്രാർത്ഥിക്കണം. വലിയൊരു മീറ്റിംഗ് അല്ല, ഉപവാസ പ്രാർത്ഥനയല്ല. രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് വേണം എല്ലാവരും വരാൻ. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞങ്ങൾ കടന്നു വരുന്നു. പ്രൈം കേരള ടീമംഗങ്ങൾ അവിടെ ഉണ്ടാകും. ഓരോ വ്യക്തിക്കും വേണ്ടി സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ വിടുതൽ നമുക്ക് വ്യക്തമായി അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു അടുത്ത സുഹൃത്തും കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു പാസ്റ്റർ ഫിന്നി തൃശ്ശൂർ അതിഭയങ്കരമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നു. ശാരീരിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നു. ഇന്നലെ വൈകിട്ടാണ് ഞാൻ വിവരം അറിയുന്നത്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ഫിന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസന്റെ മേൽ അങ്ങയുടെ കരം നീട്ടും. ശരീരത്തിൽ നേരിട്ടിരിക്കുന്ന സകലവിധ ക്ലേശങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പൂർണ്ണ സൗഖ്യം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, നമുക്കറിയാം ഈ മാസം 25, 26, 27 തീയതികളിൽ
ലോകത്തിൻ്റെ അനേക രാഷ്ട്രങ്ങളിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി 10,000-കണക്കിന് ആളുകൾ ഒന്നിച്ച് ഉപവസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമ്മുടെ വിഷയങ്ങൾക്ക് കർത്താവ് പ്രത്യേക മറുപടി തരിക മാത്രമല്ല, നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ദൈവശക്തിയാൽ നിറയ്ക്കും. ഈ ശുശ്രൂഷ താങ്കൾക്ക് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ വീട്ടിലിരുന്ന്, ഓഫീസിലിരുന്ന്, ജോലി സ്ഥലത്തിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. ആ നിലയിലാണ് അത് ക്രമീകരണം ചെയ്യുന്നത്. ഒന്നിച്ച് പ്രാർത്ഥിക്കണം. വളരെ ബദ്ധപ്പാടുകൾ അതിൻ്റെ പിറകിലുണ്ട്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് എല്ലാവർക്കും അതത് സ്ഥലങ്ങളിൽ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. We have a special fasting and prayer meeting coming from 25th, 26th and 27th of July from 10 to 12 in the morning. 2 hours of great experience of the presence of God in our life. 2 മണിക്കൂറുകൾ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ തേജസ്സിൻ്റെ സമയമായിരിക്കും. അത് പ്രാർത്ഥിക്കണം. You can join us from your home, from your nation, wherever you are, through internet and on Harvest TV. ഓർക്കുക, ഈ പ്രാർത്ഥന ഹാർവസ്റ്റ് ടിവിയിൽ മാത്രം, only on your Harvest TV this program will be available. ഹാർവസ്റ്റ് ടിവിയിൽ മാത്രമായിരിക്കും ഈ ശുശ്രൂഷ ലഭ്യമാകുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ കൂടെ മറ്റ് രാജ്യങ്ങളിലുള്ളവരെ നേരത്തെ തന്നെ അറിയിക്കുക. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹാർവസ്റ്റ് ടിവി കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. 83 രാജ്യങ്ങളിലേക്ക് അത് പോകുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയോട് കൂടെ അത് രാജ്യങ്ങളിലേക്ക് പോവുക. നമുക്കൊന്നിച്ച് കരങ്ങളെ ഉയർത്തി കർത്താവേ, ഹാർവസ്റ്റ് ടിവി പ്രവർത്തനങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മിസ്റ്റർ ബിബി ജോർജിനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹീതരാകട്ടെ. എക്സ്പാൻഷനിലേക്ക് പോകുമ്പോൾ അതിനാവശ്യങ്ങളെല്ലാം അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കും. കർത്താവിന്റെ നന്മ കൊണ്ട് നിറയ്ക്കണം. 24, 25, 26, 27 തീയതികളിലുള്ള ഉപവാസ പ്രാർത്ഥന ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ഇടപെടലുകളുടെ സമയമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, അനേക ടീച്ചേഴ്സ്, അനേക ഓഫീസേഴ്സ് വിളിച്ചു പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ തന്നെ അവധി ക്രമീകരിച്ചു കഴിഞ്ഞു, ഹാഫ് ഡേ അവധി ക്രമീകരിച്ചു കഴിഞ്ഞു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ. തീർച്ചയായിട്ടും യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ജെബിൻ 13 വയസ്സ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ പൂർണ്ണമായി സൗഖ്യം ഉള്ളവനായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രിയ പിതാവേ, കർത്താവിന് സ്തോത്രം. എല്ലാം ഉണ്ടെങ്കിലും നഷ്ടം മാത്രം. മകള് സൗദിയിൽ, മകൻ ദുബായിൽ, കടഭാരങ്ങൾ, വല്ലാത്ത സ്ഥിതിയിൽ ഈ കുടുംബം കടന്നു പോകുന്നു. മിസ് ഏലിയാമ്മ പുളിക്കീഴ് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ എല്ലാ കെടുതികളും അവിടുന്ന് മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, നാളെ രാവിലെ നമ്മൾ ഒന്നിച്ച് കാണുന്നത് വരെയും കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. 2 കരങ്ങളും ഉയർത്തി യേശു തൻ കരം. മിസ്റ്റർ തോമസ് ആൻഡ് വൈഫ് ഡോറിസ് അവരുടെ ബിസിനസ്സിൽ വളരെയധികമായി കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നു. മകന്റെ ബിസിനസ് ഉയർന്ന. മൂത്ത മകൾക്ക് സുഖപ്രസവം നടക്കണം. അമ്മ ബഹറിലേക്ക് പോകുന്നു. ഇളയ മകൾക്ക് മക്കളില്ല. നാക്കിലെ തടിപ്പ് മാറണം. ഒരുപാട് വിഷയങ്ങളിൽ ഈ കുടുംബം വിഷമിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, നിന്റെ കരം കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിച്ച് ഓരോ വിഷയങ്ങളിലും ദൈവത്തിന്റെ മറുപടി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. താങ്കളുടെ വിഷയം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിലും ബ്രെയിൻ കേരള കുടുംബാംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കും. യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ ജീസസ്. നാളെ രാവിലെ 6 മുതൽ 7 വരെ യൂട്യൂബിൽ ഇറ്റ്സ് അവർ ടൈം TV എന്ന വിലാസത്തിൽ തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് ശുശ്രൂഷ അനുഭവിക്കാൻ സാധിക്കും. കടന്നു വന്ന ഓരോ വിഷയങ്ങളെയും അവർ പ്രദാനം ചെയ്യുന്ന ജീവിതങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. അതത് വിഷയങ്ങളിൽ, അതത് വ്യക്തികളിൽ ദൈവിക മറുപടി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, പ്രൈം കേരള കുടുംബാംഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ജോലി, അവരുടെ പഠനം, അവരുടെ വരുമാനം, ജീവിതത്തിന്റെ സമസ്ത മേഖലകളും, യാത്രകള്, വാഹനങ്ങള്, വീട് എല്ലാം യേശുവിന്റെ നാമത്തിൽ സുരക്ഷിതമാകട്ടെ. ദൈവിക അഭിവൃദ്ധി ഓരോരുത്തരും അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. 7 മണിക്ക് ശേഷം തീർച്ചയായിട്ടും ടെലിഫോണിൽ വിളിക്കണം. 100 കണക്കിന് ദൈവത്തിന്റെ മക്കൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു താങ്കളെ ഒരു നാളും കൈവിടുകയില്ല. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Only believe in Jesus. Do not let your heart be troubled. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ചേർന്ന്
ഉയർത്തിയൻ യേശു തൻ പർവ്വതങ്ങൾക്കു മീതെ ഉയർത്തിയ കൊടുങ്കാറ്റുകൾക്കു മീതെ എൻ യേശുവേ നീ അത്ര നല്ലവൻ.